സി ജെ ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ വന്ന ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. അപ്പം മൈൻക്രാഫ്റ്റ് ഞാൻ ഒരു ഡി ജി എന്ന് പറയുന്ന പുതിയതായിട്ടൊരു സർവേർ മോഡ് ഇത് ചെയ്തിട്ടിരിക്കുന്നു നമുക്ക് കളിക്കാൻ വേണ്ടി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ മച്ചന്മാരും ലൈക്ക് അടിച്ച് ഫുൾ സപ്പോർട്ട് തരണം. അപ്പം ഇനി ഫുൾ വീഡിയോസ് ഇങ്ങനെ മൈൻക്രാഫ്റ്റിൻ്റെ ആയിരിക്കും, പാർട്ടായിട്ടിടും. എല്ലാവരും കണ്ട് ഫുൾ സപ്പോർട്ട് തരണം. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഗെയിം ലോഡായിക്കൊണ്ടിരിക്കുന്നു. ഗെയിം ലോഡായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പം നമ്മളൊരു മരത്തിൻ്റെ ഒക്കെ ഗ്യാപ്പിലാണ് നമ്മൾ സ്പോൺ ആയിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ സമയം കളയില്ല. ഇതിൽ കുറച്ച് കൊച്ചു കഴിവേറുകളുണ്ട്. നമുക്കറിയായിരിക്കും മൈൻക്രാഫ്റ്റ് എല്ലാവർക്കും അറിയുന്നുള്ള ഗെയിമായതുകൊണ്ട് കൊച്ചു കഴിവേറ ആരെന്ന് മനസ്സിലായി കാണും. രാത്രി വരും സോംബി കൊച്ചു കഴിവേറിയും പൊട്ടിത്തെറിക്കുന്ന കൊച്ചു കഴിവേറ്. അവന്മാരൊക്കെ ഭയങ്കര ശല്യമാണ്. നമ്മളെ നേരത്തെ തന്നെ സാധനം ഒപ്പിച്ചാൽ പിന്നെ ഒരു വിഷയമില്ല. നമ്മൾ വിചാരിച്ചമാരെന്തായിരിക്കും. ഈ മരമാണ് മെയിൻ ആവശ്യം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഫസ്റ്റിൻ്റെ സമയം കളയെ ഒട്ടുമില്ല. സമയം കളഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ പണി പാടി. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഇതൊക്കെ മതി. നിങ്ങൾക്ക് ബെഡ് ഉണ്ടാക്കാനുള്ള സാധനം വേണം. ഈ കുഴിയിൽ നിന്നൊക്കെ വീഴുന്ന ലൈഫ് പോകൂടെ. നമ്മൾ സൂക്ഷിച്ച് കളിച്ചാൽ സൂക്ഷിച്ച് നമുക്ക് രക്ഷപ്പെടാം. അതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ വലിയ വില്ലേജും കൂടെ കിട്ടിയ ലാഭമാണ്. വില്ലേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ബെഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതാണ് സത്യം. രണ്ടും കൂടെ എടുത്ത് വയ്ക്കാം. ക്ലിയർ സ്ഥലം ഇതുവരെ കിട്ടിയില്ല. അതാണ് സത്യം. ഇവിടെ അറിയാൻ നോക്കാം. ഗെയിമൊക്കെ സെറ്റ് ഗെയിമാണ്. പക്ഷെ മൈൻക്രാഫ്റ്റ് പശുവിനെ പിടിച്ചാൽ ഭക്ഷണം അയ്യോ പണി പാടി. മറ്റേ സാധനം മാറ്റിയില്ല, അത് എടുക്കാൻ പറ്റില്ല. കിട്ടി പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ബീഫൊക്കെ കിട്ടി. പശുവിനെ കൊന്നുണ്ട് അത് എടുത്ത് ഇത് തട്ടി പൊട്ടിക്കാനാണ് മോഡ്. അതിൽ കോഴി ബിരിയാണിയിലെ ആവശ്യം. അടി ചാവ് പണ്ടാരം ചാമണില്ല. അടിച്ചതിൻ്റെ അണ്ടങ്കലൊക്കെ ചത്തില്ലടാ. കിട്ടിയടാ മോനെ ബീഫല്ലല്ല കോഴി ഇറച്ചി. പക്ഷെ ഷീപ്പല്ലേ ആവശ്യം. 3 ഷീപ്പ് വേണം നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ. അയ്യോ മുഞ്ചി വൃത്തിയല്ലോ ഒന്നാതാ. പശുവുമ്പല്ല അതായത് പോണു നമ്മളെ മച്ചായി. ആട്ടുംകുട്ടി മച്ചായി നീ ഉണ്ടെങ്കിൽ ബെഡ് ഉണ്ടാക്കാൻ പറ്റൂ. രാത്രി സോംബി തിന്നാതിരിക്കൂ. കിട്ടിയ 2 ഷീപ്പ് കുട്ടനെയും കൂടെ കണ്ടുപിടിച്ചാൽ നമ്മളെ അയ്യോ കുഴിയെന്ന് വിചാരിച്ച് പേടിച്ച്. അയ്യോ ഡീ ഇരുട്ടി തുടങ്ങിയടി. പുളുത്തി ഒരെണ്ണത്തിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. അടിയാ ഇരുട്ടി തുടങ്ങിയടേ. ബെഡ് ഉണ്ടാക്കാതെ ഒരു കാര്യം നടക്കൂല. അതാണ് വിഷയം. ഇപ്പൊ മറ്റന്മാരെ അറിയും പണ്ടാരങ്ങൾ. തൽക്കാലത്ത് നമുക്കൊരു സ്ഥലം ഉണ്ടാക്കാം ഇവിടെ. ഈ സാധനമൊക്കെ വെച്ച് അതാണ് സേഫ്. ഒരു കെട്ടുറപ്പുള്ള വീട് അതാണ് ആവശ്യം. അയ്യോ പുളുത്തി കെട്ടുറപ്പുള്ള വീടിന് സാധനം തൈരടേ. നമുക്ക് കുഴിച്ച് അതിൻ്റെ അകത്തോട്ട് പോവാം. കെട്ടുറപ്പുള്ള അയ്യോ
വരണ്ടേ മച്ചനെ പുളുത്തി ഉയരത്ത് കേടേ വരണ ചെലന്തി മാമനും അവൻ്റെ അപ്പൂപ്പനും. അടുക്ക് സാധനം അടുക്ക്. ഒന്ന് കാണാനും പറ്റുന്നില്ല. മൂടിക്കഴിഞ്ഞാൽ മൂഞ്ചു. ഒരു സാധനം കൂടെ ഇങ്ങനെ വെക്കാം അവസായിട്ട്. മറച്ചേക്കയ്യോ ഇവിടെയൊക്കെ കുത്തിപ്പൊളിച്ച് നമുക്കിങ്ങനെ അടച്ചിരിക്കുക അതിൻ്റെ അകത്ത്. ഇനി രാവിലെ ആണോ വരെ കാക്കണമില്ല മച്ചാനെ. അതിൻ്റെ ആരെയും വന്നാൽ പുളുത്തി. മൂഞ്ചിയെന്ന് വെച്ചാൽ മൂഞ്ചി. നമുക്ക് ജയിക്കാൻ പറ്റത്തേ ഇല്ല. അതാണ് ഇപ്പോഴും രാവിലെ ആയിട്ടില്ല. കണ്ടാ ഇല്ല, കുറച്ച് സമയം കിട്ടുന്ന നെറ്റേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ട. നെറ്റ് മാറി തുടങ്ങിയെന്നാണ് ഈ തോന്നുന്നത്. പറയണ്ട, നെറ്റ് ഫുള്ളാവട്ടെ. നെയ്റ്റായി മച്ചാനെ, നെയ്റ്റായി. എന്താ വെളിച്ചം. A few moments later, 2000 years later, one eternity later. തുടങ്ങി ഈസി ഇറങ്ങാം. ഒപ്പു അടിയടാ പുളുത്തിയളിയ. അയ്യോ മൂഞ്ചി അളിയാ മൂഞ്ചി. അയ്യോ റീസ്പോണാടേ. കുഴപ്പമില്ല, വാക്ക് ഇതിന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാം. ചത്തു. A few moments later. ഒന്ന് കുടുങ്ങുകയും ചെയ്ത്. സത്യം ഇതുവരെ കളി ഒരു വില്ലേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഓമാർക്കിട്ടുള്ള പണിയും വെച്ച് അമ്മ രണ്ടാക്കിനാണോ കൊടുത്തിട്ട് തന്നെ വിടും സോംബികളെ. ഒരു വില്ലേജും കിട്ടണ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ. അയ്യോ ഇതും കളഞ്ഞ. ഞാൻ നൈറ്റായാലും വില്ലേജ് കണ്ടുപിടിക്കാൻ വേണ്ടി, അതാണ് സേഫ്. ഇത് മെയിൻ ആവശ്യമുള്ള സാധനം ഇവിടെ. രാത്രി ചാവം കിടന്നാൽ തിന്ന് രക്ഷപ്പെടാം, അതാണ് സേഫ്. അതിന് ഞാൻ എടുത്തു വയ്ക്കാം. ആടൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയടേ. ആടിനെ എടുക്കണോ വില്ലേജ് കണ്ടുപിടിച്ചാലാണ് സേഫ്. പക്ഷെ പോണ്ടേ, ഒന്നും പോകാൻ പാടില്ല. പിന്നെ 2 പീസ് ഇനി കിട്ടണം. കൊന്നിട്ടുണ്ട്. ഒരെണ്ണം താഴെ പോണുണ്ട്. അതിവിടെ ഇല്ലേ. നമ്മൾ അതിനെ നോക്കി സമയം കളയണ നേരം കൊണ്ട് വില്ലേജ് തേടി കണ്ടുപിടിക്കുകയാണ് നല്ലത്. കുതിരയൊന്നും വരികയില്ലേ. കുതിരേനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അയ്യോ വേണ്ട, വലിയ കുഴിയാണ്, വിഷയാണ് അവിടെ. അങ്ങനെ നമുക്ക് നേരെ പോയി നോക്കാം സ്ഥലം വല്ല വില്ലേജും കിട്ടണം നോക്കി. അയ്യോ ഉള്ളതിന് വിഷയമായിട്ടുള്ള കാര്യം ഇതാണ്ട് ദേഷ്യം വരും. അടി. അയ്യോ ഓടല്ലേ. ഇന്നേ ആവശ്യമുള്ളതാണ്, തിന്നാനുള്ളതാണ്. തിന്നാടേ. ഒരു മൈൻക്രാഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് എത്ര നടന്നാൽ ഈ സ്ഥലമൊന്നും തീരുക. ഫുൾ മാപ്പാണ് ഗെയിം. നമ്മളെ ഫുൾ വേൾഡ് പോലെ എന്നൊക്കെയാണ് പറയുന്നത് ഗെയിമിനെ. ഒന്ന് വിളിച്ചുകൊണ്ട് ഓടി പോട്ട്. വില്ലേജ് കണ്ടുപിടിക്കുകയാണ് ഇനി ഉള്ളതിലൊരു ലക്ഷ്യം.
ഈ തേനീച്ചയൊക്കെ ഉണ്ട് കേട്ടോ. തേനീച്ച വിഷയമാണ്. തേനീച്ചയെ കൂട്ടി ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പെട്ടി എടുക്കും അമ്മായി. ഫുൾ തേനീച്ചയുടെ ഈ കളിയിൽ വില്ലേജ് കണ്ടുപിടിച്ച ഒരു സേഫാണ്. വില്ലേജ് കണ്ടുപിടിച്ച ഒരു സേഫാണ്. വില്ലേജ് കണ്ടുപിടിക്കണം. ആ 2 ഷീപ്പ്. ഈ ഷീപ്പിനെ ആദ്യം തീക്കണം. അഥവാ വില്ലേജ് കിട്ടിയില്ലെങ്കിലേ ആ 2 കളർ വൈറ്റിലോട്ട് തന്നെ പോകണം. അതാണ് വിഷയം, മനസ്സിലായ? അതിന് നമ്മൾ വേറെ കളർ എടുത്താലും വിഷയമാണ്. ബെഡ് ഉണ്ടാക്കാനും പറ്റൂല. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അതാണ് മെയിൻ വിഷയം. നമുക്ക് എല്ലാവരെയും കൊല്ലാൻ പറ്റണം. വൈറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. അങ്ങനെ പോവാം. മഞ്ഞുള്ള പ്രദേശത്ത് എവിടെയും വീട് കാണും. അങ്ങനെ അവിടെ പോവാതിരിക്കുകയാണ് നല്ലത്. ചുറ്റും ഒന്ന് പോയി നോക്കാം. അഥവാ അയ്യോ കിട്ടില്ല സ്ഥലം അവിടെ കാണണം മച്ചാനെ. കിട്ടില്ല സ്ഥലം, കിട്ടില്ല. അവിടെ പോവാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെ പോവാടെ. അവിടെ ചിലപ്പോൾ നമുക്ക് കിട്ടില്ലാട്ടോ എല്ലാം ചെയ്യാൻ പറ്റിയാലോ. അയ്യോ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ബെഡ് ഉണ്ടാക്കാനുള്ള സാധനം ആയില്ല. 2 ഉള്ളൂ. ഒന്നുകൂടെ നമുക്ക് സെറ്റാക്കാം. വേണമെങ്കിൽ ഒരു ഷീപ്പേ ഉള്ളൂ. ഒരു ഷീപ്പിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. നമുക്ക് ഗെയിം അങ്ങ് കളിച്ച് പോകാം സ്മൂത്തായിട്ട്. അയ്യോ മച്ചാനും അമ്മ സ്ഥലം എത്തി. 10 അടി കൊണ്ടുവന്നേ. എന്ത് രസമുണ്ടല്ലേ ഈ സാധനം. ഒരു ലുക്കുള്ള സാധനം തന്നെ. തിന്നാം നല്ലത്. തിന്നിട്ട് നിൽക്കുകയാണ് നല്ലത്. ഓടി മഴയാ എൻ്റെ പൊന്നി വിഷയ സാധനം. മഴ അയ്യ സാധനം കണ്ട അയ്യോ സോംബിയുടെ സൗണ്ട്. കോട ഏത് സ്ഥലമായാലും ഇവിടെ നിൽക്കണതിന് സേഫല്ല. ഇവിടെ താഴെയൊക്കെ കുഴിയാണ് കേട്ടാ. അത് വീടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം ഇല്ല ഇവിടെ. ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഈടി. ഇവിടുന്ന് ഒരു ഇതെടുത്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലത്. ക്രാഫ്റ്റിംഗ് ടേബിളോട്ട് പോവാം. മരത്തടി 2 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ അടിയാക്കാം. എവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റാക്കാം നമുക്ക്. അത് എവിടെ തടി ഇവിടെ വെച്ചിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ്. ഇത് ഇറങ്ങി വരുന്നത് ഒരു സാധനം കൂടെ സെറ്റാക്കാം കേട്ടോ. നമുക്ക് മരത്തിൻ്റെ സാധനം ഇവിടെയൊക്കെ 5-6 തടിയും കൂടെ വേണം. ബ്ലാക്ക് ഷീപ്പ് കറുത്ത കണ്ണ ഇവിടെ നില്ല്. എവിടെ പോകണം? അയ്യോ താഴെ നിന്ന് ചത്ത്. അയ്യോ നമുക്ക് ബെഡ് ഉണ്ടാകും 3 സാധനം വേണമെന്നാണ് എനിക്ക് സംശയമുണ്ട് കേട്ടാ. എന്തിരി കുതിരയാ? വെട്ടി കുതിരയൊക്കെ പോണ്.
വില്ലേജ് കണ്ടുപിടിക്കാൻ പാടാത്തതാണ് ഈ വിഷയം. ഒരു വില്ലേജും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സേഫാണ്. നമുക്ക് ബെഡ് ഉണ്ടാക്കണമായിരുന്നു കൂടെ നോക്കാം. ക്രാഫ്റ്റിൻ്റെ അവിടെ വെച്ചിട്ട് ബെഡ് ഓടെ പറഞ്ഞില്ലേ 3 മൂഞ്ചി എളിയാ മൂഞ്ചി. ഒരേ ഒരു ആടിനെ കൂടെ കണ്ടുപിടിച്ച് ബാക്കോട്ട് വൈറ്റാലും 1 മതി. പക്ഷേ പിന്നെ മരത്തിൻ്റെ തടി എത്ര തന്നണം? ഇവിടെ തടി ഇല്ലല്ലേ ഇപ്പം. എവിടെ വെക്കുക ഒന്ന്. ഈ സോംബി സൗണ്ട് കേൾക്കാൻ വേണ്ടി മച്ചനെ. ഇവിടെ ഒന്നും നമുക്ക് ഒരു വില്ലേജ് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഞാൻ ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട് ഈ കളി നിർത്തൂടെ. അയ്യോ, ക്രാഫ്റ്റിൻ്റെ അവിടെ എടുത്താ. ഞാൻ വിചാരിച്ചു ക്രാഫ്റ്റിൻ്റെ അവിടെ എടുത്തില്ലെന്ന്. നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ക്രാഫ്റ്റിൻ്റെ ടാബ്. ഈ ആടിൻ്റെ സൗണ്ട് കേൾക്കണടാ. ഈ സാധനം കൂടെ സെറ്റാക്കിട്ടെ. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിനി ഒരു ആടിനെയും കൂടെ കണ്ടുപിടിച്ച് തട്ടി ബെഡ് ഉണ്ടാക്കുന്നു. കളി നമ്മൾ അപ്പോൾ അതിൻ്റെ ചെയ്യും. എന്നിട്ട് അടുത്ത പാർട്ട് ഇടും ഇതിൻ്റെ. അതിൽ ഞാൻ എന്ത് വെച്ചാലും വില്ലേജ് കണ്ടുപിടിക്കാൻ മാക്സിമം ശ്രമിക്കും. ഇതിലെന്ത് വെച്ചാലും വില്ലേജ് എത്ര തേടിയിട്ടും കിട്ടിയില്ല. ഒരേ ഒരു ആട് മതിടാ. ആടൊക്കെ എവിടേക്കോ ഓടി വരുമ്പോഴൊക്കെ തോന്നി. വില്ലേജും തേങ്ങയൊക്കെ എവിടെയോ ഉണ്ടോ. വില്ലേജ് കിട്ടിയപ്പോഴേ സേഫാണ്. അയ്യോ അയ്യാ, വിഷയം പെട്ടടിയാ. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല ഇപ്പം. മഞ്ഞ് പ്രദേശത്ത് പോട്ട് എന്തായാലും പോവാം. എന്താ വെച്ചാൽ പാതി ലൈഫ് പോയി. ഇവിടെ ഫുള്ളും സോംബീസാണ് വിഷയം. കിടന്ന് ചാവാനെന്തോന്നു വിധി. ഒരു ബെഡ് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പാടാണ്. ഈ സ്ഥലം വിട്ട് പോണമല്ലേ ഇനി. അയ്യോ, ഓപ്പോടി മൂഞ്ചി. എവിടെ കുടുങ്ങിയടാ ഞാൻ. അടിയാ, ചത്ത്. അയ്യോ, മൂഞ്ചി അളിയാ മൂഞ്ചി. കുറേ ശ്രമിച്ചടേ, നടന്നില്ല.